PSC, SSC അല്ലെങ്കിൽ UPSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് മാപ്പിംഗ് അല്ലെങ്കിൽ മാപ്പ് സ്റ്റഡി. എർത്തിന്റെ മാപ്പിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എർത്തിന്റെ സർഫസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എർത്തിന്റെ സർഫസ് അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്ലേറ്റ്സ് കൊണ്ടാണ്, ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് കൊണ്ടാണ് എർത്തിന്റെ സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എർത്ത് സർഫസിന്റെ മാപ്പിംഗ് കുറച്ചുകൂടി കൺവീനിയന്റ് ആക്കാനായിട്ട് നമ്മൾ എർത്ത് സർഫസിൽ കുറെ ഇമാജിനറി ലൈൻസ് വരച്ചിട്ടുണ്ട്. എർത്തിന്റെ സർഫസിൽ ഇമാജിനറി ആയിട്ട് വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സിനെ മലയാളത്തിൽ അക്ഷാംശ രേഖകളെന്നും ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ രേഖാംശ രേഖകളെന്നാണ് വിളിക്കുക. ഭൂമി ഏകദേശം ഒരു ഗോളത്തിന്റെ ആകൃതിയിലായതുകൊണ്ട്, ഏകദേശം ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിന്റെ എക്സാക്ട്ലി നടുക്കുകൂടിയുള്ള വരയ്ക്ക് അല്പം നീളം കൂടുതലുണ്ടായിരിക്കും. മുകളിലേക്കും താഴേക്കും വരും തോറും ഈ പാരലൽ ലൈൻസിന്റെ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സിന്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും സെൻട്രലുള്ള അല്ലെങ്കിൽ ഏറ്റവും മധ്യത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ആ ഒരു അക്ഷാംശ രേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ. ഇക്വേറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. കാരണം നമ്മൾ എർത്തിന്റെ സെൻട്രൽ ഉള്ള ലൈനിനെ നമ്മൾ 0 ഡിഗ്രി എന്നും അതിന് മുകളിലേക്ക് പോകും തോറും 10 ഡിഗ്രി നോർത്ത്, 20 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി നോർത്ത്, അങ്ങനെ 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 നമുക്ക് 90 ഡിഗ്രി നോർത്തിൽ എവിടെ പോയി എൻഡ് ചെയ്യും? നമ്മൾ ഉത്തര ധ്രുവത്തിൽ അല്ലെങ്കിൽ നോർത്ത് പോളിൽ പോയി എൻഡ് ചെയ്യും. അതുപോലെ താഴേക്ക് വരുമ്പോൾ 10 ഡിഗ്രി സൗത്ത്, 20 ഡിഗ്രി സൗത്ത്, 30 ഡിഗ്രി സൗത്ത്, അങ്ങനെ 90 ഡിഗ്രി സൗത്ത് എവിടെ പോയി എൻഡ് ചെയ്യും? നമ്മൾ സൗത്ത് പോളിൽ വന്ന് എൻഡ് ചെയ്യും, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ വന്ന് നമ്മൾ എൻഡ് ചെയ്യും. ഭൂമധ്യരേഖ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് 2 ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് 23.5 ഡിഗ്രി നോർത്ത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്നാണ് വിളിക്കുക. എന്താണ് ഈ 23.5 ഡിഗ്രി നോർത്തിന്റെയും 23.5 ഡിഗ്രി സൗത്തിന്റെയും സിഗ്നിഫിക്കൻസ്? ഭൂമി ശരിക്കും കറങ്ങുന്നത് 90 ഡിഗ്രിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടല്ല. ഭൂമിക്ക് ചെറിയൊരു ചെരിവുണ്ട്. ഏകദേശം 66 ഡിഗ്രി ചെരിവാണ് ഭൂമിക്കുള്ളത്. അതർവൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 23 ഡിഗ്രിയാണ് ഭൂമിയുടെ ചെരിവ്. അപ്പോൾ എപ്പോഴും നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സൺലൈറ്റ് ഇക്വേറ്ററിൽ കിട്ടിയെന്ന് വരില്ല. ചില സമയങ്ങളിൽ സൺലൈറ്റ് ഡയറക്ട്ലി പതിക്കുന്നത് 23.5 ഡിഗ്രി നോർത്തിലായിരിക്കും. ചില സമയങ്ങളിൽ സൺലൈറ്റ് ഡയറക്ട്ലി പതിക്കുന്നത് 23.5 ഡിഗ്രി സൗത്തിലായിരിക്കും. അതാണ് ഈ 2 ലൈനിന്റെ സിഗ്നിഫിക്കൻസ്. ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് പറയേണ്ടത് ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റിയാണ്. ഓരോ ലാറ്റിറ്റ്യൂഡിനും ഓരോ ലെങ്ത് ആണ്, പക്ഷെ എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സിനും സെയിം ലെങ്ത് ആയിരിക്കും. ഭൂമിയുടെ എക്സാക്ട് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇമാജിനറി ലോഞ്ചിറ്റ്യൂഡ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. ഇനി നമ്മൾ അറിയേണ്ട അടുത്തൊരു മെറിഡിയൻ അല്ലെങ്കിൽ അടുത്തൊരു ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യയുടെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന മെറിഡിയൻ. അതാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയുടെ നടുക്കുകൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് അതാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. എർത്തിന് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഫോർ എ സേക്ക് ഓഫ് കൺവീനിയൻസ് എർത്തിനെ നമ്മൾ 2 ഡിഫറെന്റ് രീതിയിൽ 2 ഡിഫറെന്റ് ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേറ്ററിന് നോർത്തിലേക്കുള്ള ഹെമിസ്ഫിയർ നമ്മളതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, ഇക്വേറ്ററിന് താഴേക്കുള്ള ഹെമിസ്ഫിയർ നമ്മളതിനെ സദേൺ ഹെമിസ്ഫിയർ എന്നും, അതുപോലെ തന്നെ പ്രൈം മെറിഡിയന്റെ അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ വെസ്റ്റിലേക്കുള്ള ഹെമിസ്ഫിയർ നമ്മളതിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ഈസ്റ്റിലേക്കുള്ള ഹെമിസ്ഫിയർ നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുക. ഇവിടെ നോക്കുക, ഇതാണ് എർത്ത് എങ്കിൽ, ഇതാണ് ഇക്വേറ്റർ എങ്കിൽ, ഈ കാണുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഈ കാണുന്നതാണ് സദേൺ ഹെമിസ്ഫിയർ. അതുപോലെ തന്നെ ഇത് എർത്താണ്, ഈ കാണുന്ന പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ഇതാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഇതാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ലാൻഡ് മാസ് കാണപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് കാണപ്പെടുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി മാപ്പ് സ്റ്റഡിയിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്നും എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നും അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഈ വഴിയെ നമുക്ക് നോക്കാം. മാപ്പ് സ്റ്റഡിയിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ ഒരു വേർഡാണ്
എന്താണ് കോണ്ടിനെന്റ്? വലിയ ലാൻഡ് മാസുകളെ അല്ലെങ്കിൽ വലിയ കരഭാഗങ്ങളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകരകൾ എന്നാണ് നമ്മളതിനെ വിളിക്കുക. നമുക്ക് എർത്തില് മെയിൻലി 7 കോണ്ടിനെന്റ്സ് ആണെങ്കിൽ 7 കോണ്ടിനെന്റ്സ് ആണ് ഉള്ളത്. 8ാമതൊരെണ്ണം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. വിച്ച് ആർ ദി 7 മേജർ കോണ്ടിനെന്റ്സ്? വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ദി വെസ്റ്റേൺ സൈഡ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് കോണ്ടിനെന്റ്, നോർത്ത് അമേരിക്ക. അതിന് നേരെ താഴെ സൗത്ത് അമേരിക്ക, ദെൻ ആഫ്രിക്ക, ദെൻ യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. പലപ്പോഴായിട്ടും പല കുട്ടികളും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് എർത്തിന്റെ സൗത്ത് പോൾ അതുപോലെ തന്നെ എർത്തിന്റെ നോർത്ത് പോൾ രണ്ടും സ്നോ കവേർഡ് ആണ്. അതിൽ എർത്തിന്റെ സൗത്ത് പോളിനെ നമ്മൾ അന്റാർട്ടിക്ക എന്നാണ് വിളിക്കുക, അതിൽ നോർത്ത് പോളിനെ നമ്മൾ ആർട്ടിക് എന്നാണ് വിളിക്കുക. അപ്പം ഈ 2 സ്ഥലത്തും ഇത്രയും സ്നോ കവർ വരാനുള്ള ഇമ്പോർട്ടന്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നു, ദെൻ സൺലൈറ്റ് വന്ന് പതിക്കണത് എർത്തിന്റെ ബൾജിങ് ആയിട്ടുള്ള ഒരു ഏരിയാസിലായിരിക്കും വന്ന് പതിക്കുക. അപ്പൊ ഇവിടെ സൂര്യപ്രകാശം അടിക്കില്ല. ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലും സൂര്യപ്രകാശം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നോർത്ത് പോളിലും സൗത്ത് പോളിലും സദാസമയം മഞ്ഞ് വീണ് കിടക്കുന്നത്. അതിൽ സൗത്ത് പോളിനെ നമ്മൾ അന്റാർട്ടിക്ക എന്ന് വിളിക്കുന്നു, അതൊരു കോണ്ടിനെന്റ് ആണ്. നോർത്ത് പോളിനെ നമ്മൾ ആർട്ടിക് എന്ന് വിളിക്കുന്നു, പക്ഷെ അതൊരു കോണ്ടിനെന്റ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. വൻകര എന്ന് നമ്മൾ ഒരു റീജിയനെ പറയണമെങ്കിൽ അവിടെ കര ഉണ്ടായിരിക്കണം. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ മഞ്ഞ് വീണ് കിടക്കുന്നതാണ്, അതുകൊണ്ടത് വൻകരയായി. നേരെ മറിച്ച് ആർട്ടിക് എന്ന് പറയുന്നത് കടലിൽ മഞ്ഞ് വീണ് കിടക്കുന്നതാണ്, വെള്ളം ഐസായി കിടക്കുന്നതാണ്, അവിടെ കരയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കാത്തത്, അതിനെ വൻകര എന്ന് വിളിക്കാത്തത്. ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എർത്തിലെ കോണ്ടിനെന്റ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഓരോ കോണ്ടിനെന്റ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചറിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് മൗണ്ടൻ റേഞ്ചസ്, അതായത് പർവ്വതനിരകളെ പറ്റി പഠിക്കും. പീക്സ് അഥവാ കൊടുമുടികളെ പറ്റി പഠിക്കും. റിവേഴ്സ് അഥവാ നദികളെ കുറിച്ച് പഠിക്കുന്നു. ലേക്സ് അഥവാ തടാകങ്ങളെ കുറിച്ച് പഠിക്കും. ഡെസേർട്സ് അതായത് മരുഭൂമികളെ കുറിച്ച് പഠിക്കുന്നു. പുൽമേടുകൾ ഗ്രാസ് ലാൻഡ്സിനെ പറ്റി പഠിക്കുന്നു. പിന്നെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഫിസിക്കൽ ഫീച്ചേഴ്സ് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ പഠിക്കും. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്കൽ ഫീച്ചർ അത് മൗണ്ടൻ റേഞ്ചസ് ആണ്. ഓരോ കോണ്ടിനെന്റ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? അഗൈൻ വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നോർത്ത് അമേരിക്കയുടെ ഒരു നോർത്തേൺ സൈഡിൽ നിന്ന് ഏകദേശം സദേൺ റീജിയൻ വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റോക്കി മൗണ്ടൻസ് എന്ന് വിളിക്കുക. റോക്കി മൗണ്ടൻസിന്റെ വേറൊരു പേരാണ് വെസ്റ്റേൺ കോർഡിലെറ. റോക്കി മൗണ്ടൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കോർഡിലെറ. നോർത്ത് അമേരിക്കയിലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ച് അതാണ് അപ്ലാഷിയൻ മൗണ്ടൻസ്. അപ്ലാഷിയൻ മൗണ്ടൻസ് പഠിച്ചു. ഒന്ന് റോക്കി മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ വെസ്റ്റേൺ കോർഡിലെറ, ദെൻ അപ്ലാഷിയൻ മൗണ്ടൻസ്. ഇനി നോർത്ത് അമേരിക്കയിൽ നിന്ന് നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് വരിക. സൗത്ത് അമേരിക്കയുടെയും നോർത്തേൺ റീജിയൻ മുതൽ സദേൺ റീജിയൻ വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന വലിയ ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൗണ്ടൻ റേഞ്ച്. അതിനെ വിളിക്കുന്ന പേരാണ് ആൻഡീസ് മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ആൻഡിയൻ കോർഡിലെറ. പേര് പഠിച്ചിരിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിരയാണ് ആൻഡീസ് മൗണ്ടൻസ്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആൻഡിയൻ കോർഡിലെറ. നമ്മൾ സൗത്ത് അമേരിക്കയും കടന്ന് നേരെ ആഫ്രിക്കയിലേക്ക് വരിക. ആഫ്രിക്കയുടെ നോർത്തേൺ റീജിയനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ച് ആണ് അറ്റ്ലസ് മൗണ്ടൻസ്. അറ്റ്ലസ് മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ അറ്റ്ലസ് പർവ്വത നിരകൾ. ഇനി നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരിക. നമുക്കവിടെ എത്തിയോപ്യൻ ഹൈലാൻഡ്സ് കാണാൻ പറ്റും. ഇനി വീണ്ടും താഴേക്ക് വരിക. നമുക്കവിടെ മിതുംപ മൗണ്ടൻസും മുച്ചിങ്ക മൗണ്ടൻസും കാണാൻ പറ്റും. ആഫ്രിക്കൻ വേർഡ്സ് ആണ്. മിതുംപ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് മുച്ചിങ്ക മൗണ്ടൻ റേഞ്ചസ്. ദെൻ ഫാർ സൗത്ത് നമുക്കവിടെ ഡ്രാക്കൺസ്ബർഗ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ചും കൂടെ കാണുവാൻ സാധിക്കും. നോക്കുക, അറ്റ്ലസ് മൗണ്ടൻസ്, എത്തിയോപ്യൻ ഹൈലാൻഡ്സ്, മിതുംപ മൗണ്ടൻ റേഞ്ചസ്, മുച്ചിങ്ക മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഡ്രാക്കൺസ്ബർഗ്. ഇനി ആഫ്രിക്കയും കടന്ന് നമ്മൾ ഫർദർ നോർത്ത് യൂറോപ്പിലേക്ക് ചെല്ലുന്നു.
യൂറോപ്പിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ് ആൽപ്സ് മൗണ്ടൻ റേഞ്ചസ്. യൂറോപ്പിലെ ഏറ്റവും ഫേമസ് മൗണ്ടൻ റേഞ്ചസ് ആണ് ആൽപ്സ് മൗണ്ടൻ റേഞ്ചസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ച് ആണ് കാർപാത്തിയൻ മൗണ്ടൻ റേഞ്ചസ്. കേട്ടിട്ടുണ്ടായിരിക്കും ഡ്രാക്കുളയെ പറ്റി. ആ ഡ്രാക്കുളയുടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് കാർപാത്തിയൻ മൗണ്ടൻ റേഞ്ചസ്. ഇനി ഫർദർ സൗത്ത് വീണ്ടും താഴേക്ക് വരെ നമുക്ക് കൊക്കേഷ്യൻ മൗണ്ടൻ അല്ലെങ്കിൽ കോക്കോസ് മൗണ്ടൻസ് കാണുവാനായിട്ട് സാധിക്കും. ഇനി യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അതിനെ നമ്മൾ യുറാൽ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് വിളിക്കുക. അതും ഒരു ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ച് ആണ്. സോ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൽപ്സ് മൗണ്ടൻ റേഞ്ചസ് കാണാൻ പറ്റും, കാർപാത്തിയൻ മൗണ്ടൻ റേഞ്ചസ് കാണാൻ പറ്റും, കോക്കോസ് മൗണ്ടൻ റേഞ്ചസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ യുറാൽ മൗണ്ടൻ റേഞ്ചസും കാണാൻ സാധിക്കും. ഇനി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരിക. ഏഷ്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ റേഞ്ചസ് ഏഷ്യയിലാണ്. അതാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാലയം. നീളം കൂടിയ മൗണ്ടൻ റേഞ്ച് ആൻഡീസ് ആണ്. ഇനി ഹിമാലയത്തിന്റെ നോർത്തിൽ നമുക്ക് കാരക്കോറം മൗണ്ടൻ റേഞ്ച് കാണാൻ പറ്റും. കാരക്കോറം മൗണ്ടൻ റേഞ്ച്. ഇനി ഹിമാലയത്തിന്റെ വെസ്റ്റേൺ സൈഡിലാണ് ഹിന്ദുകുഷ് മൗണ്ടൻ റേഞ്ചസ്. കാരക്കോറത്തിന്റെ ഫർദർ നോർത്ത് ആണ് കുൻലൂൻ ഷാൻ മൗണ്ടൻ റേഞ്ചസ്. ഇനി ഹിമാലയത്തിന്റെ സൗത്ത് വേർഡ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് വേർഡ് എക്സ്പാൻഷനെ അല്ലെങ്കിൽ എക്സ്റ്റൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറാക്കൺ യോമ. ഹിമാലയത്തിന്റെ സൗത്ത് ഈസ്റ്റ് എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് അറാക്കൺ യോമ. ഇനി ഏഷ്യയിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് അൾത്തായി മൗണ്ടൻസ്. ഏഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ റേഞ്ച് ആയ ഹിമാലയത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഹിമാലയത്തിന്റെ സൗത്ത് ഈസ്റ്റ് എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് അറക്കൺ യോമ. ഇനി നമ്മൾ എത്തുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. ഓസ്ട്രേലിയയുടെ നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. നമ്മളതിനെ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നാണ് വിളിക്കുക. സോ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് റേഞ്ച് ആണ് മക്ഡൊണൽ റേഞ്ച്. മക്ഡൊണൽ റേഞ്ച്. അന്റാർട്ടിക്കയിൽ നമുക്ക് മൗണ്ടൻ റേഞ്ചസ് കാണുവാൻ സാധിക്കും. പക്ഷെ അത്ര സിഗ്നിഫിക്കന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് തൽക്കാലം പഠിക്കുന്നില്ല. നമ്മളങ്ങനെ ഓരോ കോണ്ടിനെന്റ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് പഠിച്ചു കഴിഞ്ഞു. നോർത്ത് അമേരിക്കയില് റോക്കി മൗണ്ടൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കോർഡിലറ, അതുപോലെ തന്നെ അപ്ലാഷിയൻ മൗണ്ടൻസ്. സൗത്ത് അമേരിക്കയില് ആൻഡീസ് മൗണ്ടൻ അല്ലെങ്കിൽ ആൻഡിയൻ കോർഡിലറ. ആഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലസ് മൗണ്ടൻസ്, എത്തിയോപ്യൻ ഹൈലാൻഡ്സ്, മിതുംബ മൗണ്ടൻസ്, മുച്ചിങ്ക മൗണ്ടൻസ്, അതുപോലെ തന്നെ ഡ്രാക്കൻസ്ബെർഗ്. ഇനി യൂറോപ്പിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ യൂറോപ്പിൽ ആൽപ്സ് മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ കോക്കോസ് മൗണ്ടൻ റീജിയൻസ് ഉണ്ട്, ദെൻ കാർപാത്തിയൻ മൗണ്ടൻ റീജിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ യുറാൽ മൗണ്ടൻ റേഞ്ചും കൂടെ എവിടെ പ്രസന്റ് ആണ്? യൂറോപ്പില് പ്രസന്റ് ആണ്. ഏഷ്യയിലേക്ക് വരിക. ഏഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകൾ അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ്. ഇറ്റ് ഈസ് ഹിമാലയ. ഹിമാലയത്തിന്റെ നോർത്തില് കാരക്കോറം, ഹിമാലയത്തിന്റെ വെസ്റ്റേൺ സൈഡിൽ ഹിന്ദുകുഷ്, കാരക്കോറത്തിന്റെ നോർത്തില് കുൻലൂൻ ഷാൻ, അതിനേക്കാൾ ഫർദർ നോർത്തിൽ നമുക്ക് അൾത്തായ് മൗണ്ടൻസ് കാണാൻ സാധിക്കും. ദെൻ ഓസ്ട്രേലിയയിലേക്ക് വരിക. ഓസ്ട്രേലിയയിൽ രണ്ട് ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ഒന്ന് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ചും അതുപോലെ തന്നെ മക്ഡൊണൽ റേഞ്ചും. ഓരോ കോണ്ടിനെന്റിലെയും ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെ ഓരോ കോണ്ടിനെന്റ്സിലെയും ഇമ്പോർട്ടന്റ് പീക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കൊടുമുടികൾ ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് മെക്കൻലി. റോക്കീസിന്റെ പാർട്ടായിട്ട് അലാസ്കയിലാണ് മൗണ്ട് മെക്കൻലി സ്ഥിതി ചെയ്യുന്നത്. സോ മൗണ്ട് മെക്കൻലി ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ നോർത്ത് അമേരിക്ക. ദെൻ നോർത്ത് അമേരിക്ക കടന്ന് നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് വരിക. ആൻഡീസ് മൗണ്ടൻ റേഞ്ചസിന്റെ പാർട്ടായിട്ടുള്ള അക്കോൺകാഗ്വയാണ് സൗത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്ക്. അക്കോൺകാഗ്വ. ഇനി നമ്മൾ സൗത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് ചെല്ലുന്നു. മൗണ്ട് കിളിമഞ്ചാരോ ഒരുപാട് ഫേമസ് ആയിട്ടൊരു മൗണ്ടൻ ആണ്. മൗണ്ട് കിളിമഞ്ചാരോ ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരിക. മൗണ്ട് എൽബ്രസ്, കോക്കോസ് മൗണ്ടൻസിന്റെ പാർട്ടായിട്ടുള്ള മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പീക്ക്. ഇനി ഏഷ്യയിലേക്ക് വരിക. ഏഷ്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാലയത്തിന്റെ ഭാഗമായുള്ള എവറസ്റ്റ്.
8000 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള എല്ലാ കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഇനി നമ്മൾ ഏഷ്യയും കടന്ന് ഓസ്ട്രേലിയയിലേക്ക് വരിക. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പീക്കിന് പൊതുവെ നമ്മൾ 2 ആൻസർ പറയാറുണ്ട്. ഒന്ന് മൗസൺ പീക്ക്. അത് ശരിക്കും ഓസ്ട്രേലിയൻ മെയിൻലാൻഡ് അല്ല പ്രസന്റ് ആയിരിക്കുന്നത്. സദേൺ ഓഷനിലെ ഒരു ഐലൻഡിലാണ് ഈ പറയുന്ന മൗസൺ പീക്ക്, വിച്ച് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഓസ്ട്രേലിയ. പക്ഷേ ഓസ്ട്രേലിയൻ മെയിൻലാൻഡിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് കൊസിയോസ്കോ ആണ്. മൗണ്ട് കൊസിയോസ്കോ ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ഓസ്ട്രേലിയ. നമ്മൾ നേരെ താഴെ അന്റാർട്ടിക്കയിലേക്ക് വരിക. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഹയസ്റ്റ് പീക്കാണ് വിൻസൺ മാസിഫ്. സോ ഓരോ മൗണ്ടൻ റേഞ്ചിന്റെയും പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കോണ്ടിനെന്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്സ് നമ്മൾ പഠിച്ചു. നോർത്ത് അമേരിക്കയിൽ മൗണ്ട് മെക്കൻലി, സൗത്ത് അമേരിക്കയിൽ അക്കോൺകാഗ്വ, ദെൻ യൂറോപ്പിൽ മൗണ്ട് എൽബ്രസ്, ആഫ്രിക്കയിൽ മൗണ്ട് കിളിമഞ്ചാരോ, ഏഷ്യയിൽ മൗണ്ട് എവറസ്റ്റ്, ഓസ്ട്രേലിയയിൽ മൗണ്ട് കൊസിയോസ്കോ, അതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ വിൻസൺ മാസിഫ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ ഫീച്ചർ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഫിസിക്കൽ ഫീച്ചേഴ്സ് പഠിക്കും.